നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾ കാരണമായിട്ടില്ലെന്ന് മുതിർന്ന CPM നേതാവ് TK ഹംസ വെളിപ്പെടുത്തുന്നു. തോൽവിയിൽ വെള്ളാപ്പള്ളി നടേശന് ഒരു പങ്കുമില്ലെന്നും TK ഹംസ 24-നോട്. PDPയെ CPM പലതവണ സഹായിച്ചിട്ടുണ്ടെന്നും TK ഹംസ വെളിപ്പെടുത്തി. വാചകം കൊണ്ടുള്ള സപ്പോർട്ടല്ലാതെ സംഘടനാ പ്രവർത്തനത്തിലോ ഒരു സംഘടന യോഗം കൂടി തീരുമാനിച്ച പ്രഖ്യാപനം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഒരു ദോഷമുണ്ട് ഞങ്ങൾ വിചാരിക്കില്ല. മറുവശത്തുള്ള ആ മുന്നണിയാണ് ഞങ്ങൾ ദോഷം ചെയ്തത്. ഈ മറുവശത്തുള്ള ഇതെല്ലാം കാണുമ്പോൾ അത് മറികടക്കാൻ എന്തെങ്കിലും തന്ത്രം വിട്ടുവീഴ്ച ഞങ്ങളും ചെയ്തു എന്ന് വരൂലേ. ഇപ്പോൾ SDP ആവട്ടെ വെള്ളാപ്പള്ളി ആവട്ടെ ഇതൊന്നും രാഷ്ട്രീയ പ്രേരിതമായ സംഘടനകളല്ലല്ലോ. മതപരമായ ന്യൂനപക്ഷ വിഭാഗങ്ങളല്ലേ മതസംഘടനകൾ. അവർ ഞങ്ങളേറ്റവും രോഗ്യം പറയുമ്പോൾ തിരിച്ചു പോയി രോഗ്യം പറയും ഒരു എതിർപ്പ് വേണ്ടെന്ന് വിചാരിച്ചിട്ട്. അതാണ് വെള്ളപ്പള്ളിയായിട്ടുള്ള ബന്ധം. ഞങ്ങൾക്ക് അല്ലാത്തൊരു കരാറുണ്ടാക്കിയ പാർട്ടി മുന്നണി എടുക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. PDP ആ മുസ്ലിയർ മാത്രം ഉണ്ടാക്കിയ ഒരു സമുദായ സംഘടന. നാസർ മദനി അയാളെ ഒന്ന് സഹായിക്കാൻ പല സമയത്തും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതാ നൽകി മനുഷ്യത്വപരമായ സഹായമല്ലാതെ രാഷ്ട്രീയ ബന്ധം. PDPക്ക് അവിടെ വോട്ട്. നിഖിൽ പ്രവീഷ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വലിയൊരു വിഭാഗം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ചങ്ങാത്തം തോൽവിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നുള്ള പരാമർശങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് മുതിർന്ന CPM നേതാവായിട്ടുള്ള TK ഹംസ വെള്ളാപ്പള്ളി തോൽവിക്ക് കാരണമേ ആയിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. ഒരു ദോഷവും അദ്ദേഹം പാർട്ടിക്ക് ചെയ്തിട്ടില്ല. വെള്ളാപ്പള്ളി വാചകം കൊണ്ടുള്ള പിന്തുണ മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അദ്ദേഹം ലോഹ്യം പറഞ്ഞപ്പോൾ ഞങ്ങളും തിരിച്ച് ലോഹ്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും വെള്ളാപ്പള്ളിയുമായി ഞങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്ന് മാത്രമല്ല അവർക്ക് പ്രത്യേകിച്ച് വോട്ടൊന്നും ഇല്ലല്ലോ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. UDF പലവിധ കക്ഷികളുമായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള കക്ഷികളുമായി ചേർന്ന് നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ചില വിട്ടുവീഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഭാഗമാണ് SDP-യെയും വെള്ളാപ്പള്ളിയുമായൊക്കെയുള്ള കൂട്ടുകെട്ട് എന്നാണ് TK ഹംസ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ PDP-യുമായി ബന്ധപ്പെട്ട കാര്യം എല്ലാ കാലത്തും ഇടതുമുന്നണിയെ പ്രതിരോധത്തിൽ നിർത്തുന്ന ഒന്നാണ് PDP-യുടെ സഹായം തേടി എന്നുള്ളത്. PDP-യെ CPM പലതവണ സഹായിച്ചിട്ടുണ്ട് എന്നാണ് TK ഹംസ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതൊരിക്കലും രാഷ്ട്രീയ സഹായമായിരുന്നില്ല. അതായത് രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള സഹായമായിരുന്നില്ല. അത് ചെയ്തത് മനുഷ്യത്വപരമായിട്ടുള്ള സഹായമായിരുന്നു എന്നുകൂടി TK ഹംസ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. താഴെത്തട്ടിൽ വലിയ രീതിയിൽ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും പിന്തുണച്ച സാഹചര്യവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴും മുതിർന്ന നേതാക്കൾക്കിടയിൽ ഇപ്പോഴും വെള്ളാപ്പള്ളിയെ പൂർണ്ണമായി തള്ളാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ TK ഹംസയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നതും നേതൃതലത്തിലുള്ള ആളുകൾ അങ്ങനെ വെള്ളാപ്പള്ളിയെ തള്ളിക്കളയാൻ തയ്യാറല്ല എന്നുള്ളൊരു കൃത്യമായ സന്ദേശം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിലൂടെ പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർന്ന ജില്ലാതല യോഗങ്ങളിലടക്കം ഈ വെള്ളാപ്പള്ളി വിഷയം വലിയ ചർച്ചയാകുന്നതിനിടയിലാണ് ഒരു മുതിർന്ന നേതാവിൻ്റെ ഈ പ്രതികരണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൈൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.